ഹായ് ഗായ്സ്. ഇപ്പോൾ പല വെള്ളിയാഴ്ചകളിലും നമ്മുടെ വീട്ടിൽ ഒരു കാഴ്ച കാണാറുണ്ട്. ഞാൻ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ എരിക്കിൻ്റെ ഈ പൂ ഉണ്ടല്ലോ, ഇങ്ങനെ അടർത്തി അതിൻ്റെ നടുഭാഗം മാത്രമായിട്ട് വേർതിരിച്ചെടുക്കുക നമ്മൾ. എന്തിനാണെന്നറിയാമോ? ഇത് വെള്ളിയാഴ്ച മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ശനിയാഴ്ച നമ്മുടെ അമ്പലത്തിൽ കൊടുക്കാനാണ്. നമ്മുടെ ഇവിടെ അറുവാട് അമ്പലത്തിൽ ശിവന് ശനിയാഴ്ച ഇങ്ങനെ കൊടുക്കുന്നുണ്ട് രാവിലെ. അന്നേരം വെള്ളിയാഴ്ച രാത്രി ഇരുന്ന് ഇങ്ങനെ പൂ പറിച്ച് നമ്മൾ മുറ്റത്ത് തന്നെയുള്ള പൂവാണ് പറിച്ചെടുത്ത് ഇങ്ങനെ അടർത്തി മാറ്റുക. ഉണ്ടോ ഇങ്ങനെ നടുഭാഗം മാത്രം ഇങ്ങനെ എടുത്ത് അതിങ്ങനെ സൂചി വെച്ച് ഇങ്ങനെ മാല പോലെ ഇങ്ങനെ കോർക്കും. മാല തന്നെയാണ്, എന്നാൽ മാല പോലെ ഇങ്ങനെ കോർത്ത് ഇത് നോക്കിയേ കണ്ട, ഇതുപോലെ മാല പോലെ. അന്നേരം എനിക്കറിയാത്ത ഈ എരിക്കിൻ്റെ പൂവിൽ തന്നെ ഇപ്പോൾ 3 കളർ കാണാൻ പറ്റും. ഒരേ ചെടിയെന്ന് പറിച്ചുകൊണ്ട് നീല, വെള്ള, റോസ് നിറം, ചിലർ പച്ച നിറത്തിലും കാണാൻ പറ്റുന്ന ഈ പൂ എന്തുവാന്ന് അറിഞ്ഞൂടെ. അന്നേരം കാത്തു അമ്മയും കൂടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് തൊടാൻ പോയില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ ഇതിങ്ങനെ ചെയ്യാൻ പോയിട്ട് മുഖത്തൊരു പുഴു കയറി മൊത്തം പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ എനിക്ക് തൊട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് കൂടുതലുണ്ടായിരുന്നു, 2 മാല ചെയ്തു. ഇപ്രാവശ്യം 1 മാലയുടെ പകുതി ആയപ്പോൾ തന്നെ ഏകദേശം തീരാറായി. കണ്ടോ, ഇച്ചിരിയേ കിട്ടിയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 2 മാല ആയിട്ടും ബാക്കി വന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം തൊഴാൻ പോകാഞ്ഞതിൻ്റെ കാരണം എനിക്കതുകൊണ്ട് മതിയായി. ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ മഞ്ഞളൊക്കെ ഇട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതിങ്ങനെ ഇതതിൻ്റെ വേസ്റ്റാണ്. കണ്ടോ, ഇത് ഇങ്ങനെ അടർത്തി ബാക്കി വരുന്നതാണ്. ഇത്രയും ഭാഗം നമ്മൾ കളയും. ബാക്കി അതിൻ്റെ നടുക്കത്ത് അതേ ഞാൻ അടർത്തി കിടക്കുന്നത് നടുക്കത്ത് ഈ ഭാഗം മാത്രം ഇങ്ങനെ അടർത്തി കണ്ട, അതാണ് ഈ വെച്ചേക്കുന്ന മൊത്തം. ഇതിനി സൂചി വെച്ച് നേരത്തെ കണ്ട പോലെ സൂചി വെച്ച് ഇങ്ങനെ കോർത്ത് നമ്മളെടുക്കും. എന്നിട്ട് ഈ മാല പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ പറയുന്നത് ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പൂ തന്നെ എടുത്ത് ഇങ്ങനെ മാല പോലെ കോർത്തെടുക്കുന്നത്. പിന്നെ ഞാൻ കണ്ടിട്ട് ഒരു നീരാളിയുടെ ലുക്കുണ്ട് ഈ സാധനത്തിന്. ഈ നീരാളി ഇങ്ങനെ കൈ ചുരുട്ടി വെച്ച പോലെ എനിക്ക് തോന്നുന്നത്. അവർ പറയുന്നത് ശിവലിംഗത്തിൻ്റെ രൂപമെന്നാണ് പറയുന്നത്. ഒരു ശിവലിംഗത്തിൻ്റെ ആ ഒരു രൂപമെന്ന് പറയുന്നത്. ഇങ്ങനെ സൂചി കൂടി ഇങ്ങനെ കുത്തിയെടുത്ത് അതുകൊണ്ട് ഇതുപോലെ മാല പോലെ ഇങ്ങനെ നൂല് ഇത് കോർക്കുന്ന